സാധാരണ ഉപയോഗിക്കുന്ന ഒരു ചോദ്യമാണല്ലേ. എടാ എത്തിയോ? ഈ ചോദ്യം നമുക്ക് മലയാളം അറിയാത്ത ഒരാളെടുത്ത് ചോദിക്കണമെങ്കിൽ നമ്മളെങ്ങനെ ചോദിക്കാം? റീച്ച്. ഡിഡ് ആണോ ഹാവ് ആണോ? കൺഫ്യൂഷനായി. വേണ്ട, ചോദിക്കണ്ട, എത്തിയിട്ടുണ്ടാവും അല്ലെ. അല്ലെങ്കിൽ ചോദിക്കാണ് കഴിച്ചോ, നിങ്ങൾ കഴിച്ചതാണോ, അതൊക്കെ ചോദിക്കാറില്ലേ. അപ്പോൾ ഇത് ഇംഗ്ലീഷ് ചോദിക്കാൻ ഇത്തിരി പാടാണ്. ഡിഡ് ആണോ ഹാവ് ആണോ? വേണ്ട, ചോദിക്കട്ടെ, കഴിച്ചു കാണും അല്ലെ, അല്ലെങ്കിൽ പറയേണ്ടതല്ലേ. ഇങ്ങനെ ഇനി അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഡിഡും ഹാവും ഹാസ് ഒക്കെ ഭയങ്കര എളുപ്പമെന്നേ. ഒരൊറ്റ കാര്യമുള്ളൂ പഠിക്കാൻ. അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് ഡിഡ് വെച്ചിട്ടാണോ ഹാവ് വെച്ചിട്ടാണോ ചോദ്യം തുടങ്ങുന്നതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തെറ്റാതെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു 4 വേറെ ടിപ്സും കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിച്ച് കാണുക. അവസാനം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒറ്റ വീഡിയോ കൊണ്ട് മാത്രം ഈ കാര്യം കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും. തുടങ്ങാം. ഹാവ് യു ഡൺ ദിസ് അല്ലെങ്കിൽ ഡിഡ് യു ഡു ദിസ്, ഈ രീതിയിലാണോ ചോദ്യം ചോദിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ട്രിക്കുള്ളൂ. ലൈഫ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പോൾ ഹാവും, അല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഡിഡും ആണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എവിടെയാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോവാം. ലഞ്ച് ബ്രേക്ക് ഉണ്ട്. ഒരു 1 മണി മുതൽ 2 മണി വരെ ലഞ്ച് ബ്രേക്ക് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് സീറ്റ് തന്നിട്ട് കഴിക്കാൻ പോയി. എന്നിട്ട് ലഞ്ച് ബ്രേക്ക് തീർന്നിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും ആൾ തിരിച്ചു വന്നു. അപ്പൊ നമ്മൾ കഴിച്ചൂലേ അങ്ങനെ ചോദിക്കില്ലേ? അതിങ്ങനെ ചോദിക്കുക. ഡിഡ് യു ഈറ്റ്? കഴിച്ചോ? ഡിഡ് യു ഈറ്റ്? അവിടെ നിങ്ങൾ ആ പ്രവൃത്തി ചെയ്തോ? ആ ചെയ്യണം എന്ന് ആഗ്രഹിച്ച ആ പ്രവൃത്തി പോയി ചെയ്തിട്ട് വന്നോ? അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസ് അല്ല ചോദിക്കണേ. നിങ്ങൾ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നോ? അങ്ങനെയല്ല. കഴിച്ചോ? ആ പ്രവൃത്തി തീർന്നോ? അതാണ് ചോദിക്കണേ. അങ്ങനെ ജസ്റ്റ് ചെയ്ത് തീർത്തോ എന്നുള്ളത് നമ്മൾ ഡിഡ് യു ഈറ്റ്, ഡിഡ് യു ഈറ്റ് കേട്ടോ. അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി കഴിക്കേണ്ട കാര്യം തന്നെ പറയാം. എൻ്റെ കയ്യില് അപൂർവങ്ങളിൽ അപൂർവമായ നല്ലൊരു മാമ്പഴമുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് പറയണം, ഇത് കഴിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ലൈഫ് എക്സ്പീരിയൻസ് ചോദിക്കുകയാണല്ലേ. ഇത് കഴിച്ച ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടോ? എന്താ അടിപൊളി സാധനം എന്ന് അറിയോ? ഹാവ് യു ഈറ്റൻ ദിസ്? അവിടെ ഈ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഹാവ് യു ഈറ്റൻ ദിസ്. ക്ലിയർ ആയോ? ഡിഡ് യു ഈറ്റ് എന്ന് ചോദിച്ചാൽ നീ കഴിച്ചോ? നീ ഈ സാധനം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഹാവ് യു ഈറ്റൻ ദിസ്. ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒരു ഗുലുമാല് വരുന്നത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാന്ന്. നമ്മുടെ വീട്ടില് ഫ്രണ്ട്സ് വന്നു. മലയാളികൾ അല്ലാത്ത ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മുടെ തലേ ദിവസം കുറച്ച് മിഠായിയൊക്കെ വാങ്ങിച്ച് ടേബിളിന് മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ അയൽപക്കക്കാരായ കുസൃതിക്കാരായ കുട്ടികൾ വന്നിട്ട് കുറച്ച് മിഠായിയൊക്കെ എടുത്ത് കഴിച്ചിട്ട് അതിന് തൊലിയൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിക്കാം. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഈ മലയാളികളല്ലാത്ത ആൾക്കാർ വന്നു. ഈ ചോക്ലേറ്റ്സ് ഇരിക്കുന്നുണ്ടല്ലോ ടേബിളിന്റെ മുകളിൽ. അപ്പൊ നിങ്ങൾ വിചാരിച്ചു വേണോ, കഴിച്ചോളൂ, നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ, പ്രത്യേക തരം ചോക്ലേറ്റ് ആണ് എന്ന് പറയണമെന്ന് വിചാരിച്ചു. നിങ്ങൾ എന്താ പറഞ്ഞത്? കൺഫ്യൂഷൻ ഉള്ളപ്പോ നിങ്ങൾ ഡിഡ് യു ഈറ്റ് ദിസ് എന്ന് ചോദിച്ചു. അപ്പൊ കേൾക്കുന്ന ആൾക്കാർ എന്താ വിചാരിക്കുക? ഇത് നിങ്ങൾ തിന്നോ? ഞാനിവിടെ പിന്നീട് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി വെക്കാന്ന് വിചാരിച്ചായിരുന്നു, അതെടുത്ത് കഴിച്ചോ? അങ്ങനത്തെ ഒരു ചോദ്യമാണ് ഡിഡ് യു ഈറ്റ് ദിസ്. ശരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഇത് കഴിച്ചിട്ടുണ്ടോ? എന്റെ അമ്മോ, കിഡിലൻ ചോക്ലേറ്റ് ആണ്, കഴിച്ചു നോക്കൂ, അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കണേ. ഹാവ് യു ഈറ്റൻ ദിസ്. ഇനി നിങ്ങൾ വരുത്തുന്ന തെറ്റുകളാണ് ഞാൻ പറയുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വെച്ചാൽ നിങ്ങളുടെ സെന്റൻസുകൾ തെറ്റില്ല. എപ്പോഴും ഉപയോഗിക്കേണ്ടതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. എക്സ്പീരിയൻസ് പറയുമ്പം ഹാവും, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞതാണോ എന്ന് മാത്രം, ആ സംഭവം കഴിഞ്ഞതാണോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഡിഡും വെച്ച് പറയാം അല്ലെ. ഇനി തെറ്റ് എവിടെ വരിക എന്ന് വെച്ചാൽ നിങ്ങൾ ഈ സെന്റൻസുകളുണ്ടോ, ഈ 2 സെന്റൻസുകൾ ഡിഡ് യു ഈറ്റ്, ഹാവ് യു ഈറ്റൻ, രണ്ടും കഴിക്കുന്നതിനെ കുറിച്ച് ചോദിക്കുന്നതാണെങ്കിലും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ പ്രവൃത്തിയുടെ ഫോം കണ്ടോ, ഒന്ന് ഈറ്റും ഒന്ന് ഈറ്റനും. ഒരിക്കലും ഡിഡ് യു എയ്റ്റ് എന്ന് ചോദിക്കരുത്. നിങ്ങൾ കഴിച്ചോ, പാസ്റ്റ് ടെൻസ് അല്ലേ, അപ്പോ ഈറ്റിന്റെ 8 അല്ലേ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് ഡിഡ് യു എയ്റ്റ് എന്ന് ഒരു 50% ആൾക്കാരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും. ഇവിടെ ശ്രദ്ധിക്കൂ, 8 ഉപയോഗിക്കരുത്. കാരണം എന്താ? അവിടെ ഡിഡ് ഉണ്ട്. പാസ്റ്റ് ടെൻസ് കാണിക്കാൻ എപ്പോഴും ഡിഡ് മതി. ഡിഡ് ഉണ്ടെങ്കിൽ പിന്നെ ഡിഡാണ് അവിടെ രാജാവ്. പിന്നെ ആരും അവിടെ പാസ്റ്റ് ടെൻസിനെ കാണിക്കാൻ വേണ്ടി നിൽക്കണ്ട. ഈറ്റ് എന്നുള്ള സിമ്പിൾ ഫോം മതി കേട്ടോ. അപ്പൊ ഡിഡ് ആണ് രാജാവ്, ഈ കാര്യം ഓർത്ത് വെക്കാം. ഡിഡ് ഉണ്ടെങ്കിൽ എയ്റ്റോ സ്ലെപ്റ്റോ ഡ്രാങ്കോ ഒന്നും വേണ്ട. ഈറ്റും സ്ലീപ്പും ഡ്രിങ്കും മാത്രം മതി. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ഹാവ് യു ഈറ്റൻ. അതെന്ത് സംഭവമാണ് ഈറ്റൻ? വേർബുകൾക്ക് 3 ഫോം ഉണ്ട്. മൂന്നാമത്തെ ഫോം ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ. ആ ഈറ്റൻ എന്നുള്ള ഫോമാണ് നിങ്ങൾ എപ്പോഴും ഹാവിന്റെ കൂടെ ഉപയോഗിക്കേണ്ടത്. ഹാവ് എന്ന് വെച്ചാൽ അങ്ങനെ ഇങ്ങനെയുള്ള ആളല്ല, കുറച്ച് സ്റ്റൈലായിട്ട് സംസാരിക്കേണ്ട ആളാന്ന് വിചാരിക്കുക.
അപ്പൊ എപ്പോഴും ആൾക്കൊരു സ്പെഷ്യൽ ടൈപ്പ് വേർബ് വേണമെന്ന് വിചാരിക്കാം. ഓക്കെ, ഡിഡ് ഉണ്ടെങ്കിൽ ഡിഡാണ് രാജാവ്, വേറെ ആരും അവിടെ പാസ്റ്റ് ടെൻസ് കാണിക്കാൻ വേണ്ട. ഹാവ് അങ്ങനെയല്ല, ഹാവിന് കുറച്ച് പരിചാരങ്ങളൊക്കെ വേണം, ഈറ്റൻ എന്നൊക്കെ വേണം. ഓക്കെ, അപ്പൊ ഇതൊന്നും തെറ്റിക്കരുത് കേട്ടോ. ഇങ്ങനെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വേർബ്സിന്റെ 3 ഫോമുകൾ ഏതൊക്കെയാണ് ചിലപ്പോൾ അറിയണ്ടാവില്ല. ഞാൻ അതിന്റെ വലിയൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് കോമന്റ് ബോക്സിൽ അതിന്റെ ഒരു PDF ലിങ്ക് ചെയ്യാം. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് ഫോണിൽ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ച് ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് 3 ഫോംസ് മനസ്സിലാവും, ഓർമ്മയിൽ നിൽക്കും. ഓക്കെ, അപ്പോ ഡിഡ് യു എയ്റ്റ് തെറ്റാണ്, ഹാവ് യു എയ്റ്റ് അതും തെറ്റാണ്. ഡിഡ് യു ഈറ്റ്, ഹാവ് യു ഈറ്റൻ, അതാണ് നമ്മൾ വരുത്തുന്ന പ്രധാന ഒരു മിസ്റ്റേക്ക്. ഇനി അടുത്തൊരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. 2 സെന്റൻസ് പറയാം. ഡിഡ് യു റീച്ച്, നീ എത്തിയോ? ഹാവ് യു റീച്ച്ഡ്, നീ എത്തിയിട്ടുണ്ടോ? അപ്പൊ ഒരാൾ എത്തിയോ എന്ന് അറിയണമെങ്കിൽ ഇതിൽ ഏത് ചോദിക്കും? 2 ചോദിച്ചാലും കുഴപ്പമില്ല അല്ലെ. ഹാവ് യു റീച്ച്ഡ്, എത്തിയോ? എനിക്ക് വരാട്ടോ. ഡിഡ് യു റീച്ച്, നീ എത്തിയോ? അപ്പൊ അവിടെ 2 ആണെങ്കിലും കുഴപ്പമില്ല. ചില സമയങ്ങളിൽ നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പല സമയത്തും നമുക്ക് സിമ്പിൾ പാസ്റ്റോ പ്രസന്റ് പെർഫെക്റ്റോ, അതാണ് 2 സമയങ്ങൾ. അത് 2 ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ അതിന്റെ കൂടെ നിങ്ങൾ വേറെ എന്തെങ്കിലും ചേർക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരെണ്ണം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഓൾറെഡി എത്തിയോ, ഇതിനകം എത്തിയോ അങ്ങനെ ചോദിക്കണമെങ്കിൽ ഡിഡ് യു റീച്ച് ഓൾറെഡി എന്ന് ചോദിക്കരുത്, ഹാവ് യു റീച്ച്ഡ് ഓൾറെഡി എന്ന് മാത്രം ചോദിക്കണം. അതെന്താ കാര്യം? അതിന് സിമ്പിൾ ട്രിക്ക് ഉണ്ട്. ഇങ്ങനത്തെ വാക്കുകളില്ലേ, ഓൾറെഡി, ജസ്റ്റ്, ജസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പൊ അല്ലെ, ജസ്റ്റ് ഇപ്പൊ എത്തിയിട്ടുണ്ടോ അങ്ങനെ പറയില്ലേ. തൊട്ടടുത്ത നിമിഷം സംഭവിച്ച കാര്യത്തിലാണ് ജസ്റ്റ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ യെറ്റ്, ഇതുവരെ, നെവർ, ഒരിക്കലും, എവർ, സോ ഫാർ, അപ് ടു നൗ, റീസെന്റ്ലി, സിൻസ്, ഫോർ, ദിസ് വീക്ക്, ദിസ് മന്ത്. ഇങ്ങനത്തെ വാക്കുകൾ നിങ്ങൾ സെന്റൻസിൽ വരുന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ഡിഡ് ഉപയോഗിക്കരുത്, ഹാവ് തന്നെ യൂസ് ചെയ്യണം. ഈ വാക്കുകൾ സിഗ്നൽ വേർഡ്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു സെന്റൻസിൽ ഈ വാക്കുകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിഡ് ഉപയോഗിച്ച സെന്റൻസ് ഉണ്ടാക്കരുത്. എപ്പോഴും ഹാവ് വെച്ചിട്ടുള്ള സെന്റൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇതിൽ ഞാൻ അവസാനം പറഞ്ഞ സംഭവം ഉണ്ടോ, ദിസ് വീക്ക്, ദിസ് മന്ത് എന്ന് വെച്ചാൽ ഈ ആഴ്ച, ഈ മാസം, ഇങ്ങനത്തെ സംഭവങ്ങളില്ലേ. അതിന്റെ ഒരു പ്രത്യേകത എന്താ? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആഴ്ച അല്ലെ. ഈ ആഴ്ച എന്ന് വെച്ചാൽ ഇന്നത്തെ ഈ നിമിഷവും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ദിസ് മന്ത്, ഈ മാസം. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ഈ മാസം അല്ലേ, അപ്പൊ ഈ മാസം തീർന്നിട്ടില്ല. അങ്ങനെ തീരാത്ത സമയങ്ങൾ, അൺഫിനിഷ്ഡ് ടൈംസ്, തീരാത്ത സമയങ്ങളുള്ള സെന്റൻസുകൾ, ആ വാക്കുകൾ വരുന്ന സെന്റൻസുകൾ ദയവ് ചെയ്ത് ഹാവ് വെച്ച് യൂസ് ചെയ്യുക, ഡിഡ് വെച്ച് യൂസ് ചെയ്യരുത്. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞാൽ നീ ഇപ്പൊ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ എന്ന് പറയുമ്പോൾ ഇവിടെ ജസ്റ്റ് എന്നുള്ള വാക്ക് വന്നില്ലേ, അപ്പൊ നമ്മൾ ഹാവ് വെച്ചിട്ട് തന്നെ തുടങ്ങണം. ഹാവ് യു ജസ്റ്റ്, ലീവിന്റെ V3 ഫോം, ലെഫ്റ്റ്, ഹാവ് യു ജസ്റ്റ് ലെഫ്റ്റ്, ഇപ്പൊ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ നീ എപ്പോഴെങ്കിലും ദുബായിൽ പോയിട്ടുണ്ടോ അതെങ്ങനെ ചോദിക്കും? എവർ, അതാണ് എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ എവർ എന്നുള്ള വാക്കാണ്. അപ്പൊ എവറും അങ്ങനത്തെ വാക്കല്ലേ, നമ്മൾ ഹാവ് വെച്ച് വേണം തുടങ്ങാൻ. ഹാവ് യു എവർ ബീൻ ടു ദുബായ്, ഹാവ് യു എവർ ബീൻ ടു ദുബായ്, ദുബായിൽ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ. ഈ പോയിട്ടുണ്ടോ എന്നുള്ളതിന് ബിൻ ടു ദുബായ് അല്ലെങ്കിൽ ബിൻ ടു ദാറ്റ് പ്ലേസ് അങ്ങനെയാണ് ഉപയോഗിക്കുക കേട്ടോ. ഗോണിനേക്കാളും ബിന്നാണ് നല്ലത്, ഒന്ന് പഠിച്ചോ. ഇനി നമ്മൾ സ്ഥിരമായിട്ട് വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് പറയാം. ഡിഡ് യു ഓൾറെഡി ഡു ഇറ്റ്, നീ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞോ? ഡിഡ് യു ഓൾറെഡി ഡു ഇറ്റ്, ആ സെന്റൻസിന് പ്രശ്നമുണ്ട്. ആ ഓൾറെഡി വരുമ്പോ ഡിഡ് വെച്ച് തുടങ്ങാൻ പറ്റില്ല. ഹാവ് യു ഓൾറെഡി ഡൺ ഇറ്റ്, അങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് പറയാം. പക്ഷെ അമേരിക്കൻ ഇംഗ്ലീഷിൽ നിങ്ങൾ ഡിഡ് യു ഓൾറെഡി ഡു ഇറ്റ് എന്നുള്ള ഫോം കാണും. പക്ഷെ കറക്റ്റ് ആയിട്ട് പറയുമെങ്കിൽ നിങ്ങൾ ഹാവ് യു ഓൾറെഡി ഡൺ ഇറ്റ്. അപ്പൊ ഓൾറെഡി വന്നുകൊണ്ട് ഹാവ് വെച്ചിട്ട് വേണം പറയാൻ. ഡു, ഡിഡ്, ഡൺ, അതാണ് ഡൂയുടെ 3 ഫോം. അതാണ് ഡൺ നമ്മൾ ഉപയോഗിച്ചത്. ഡൺ ആണ് V3 ഫോം. ഇനി ഇതേപോലെ നിങ്ങൾ ഡിഡ് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുമാതിരി കുറച്ച് വേർഡ്സ് ഉണ്ട്. കഴിഞ്ഞു പോയ സമയങ്ങൾ, ഫിനിഷ്ഡ് ടൈംസ്. എന്തൊക്കെയാ കഴിഞ്ഞു പോയ സമയങ്ങൾ? ദിസ് മന്ത് എന്ന് പറയുന്നത് അൺഫിനിഷ്ഡ്, കഴിയാത്ത സമയം. നമ്മൾ ഹാവ് വെച്ച് തുടങ്ങണമെങ്കിൽ കഴിഞ്ഞു പോയ സമയം ഏതായിരിക്കും? ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് വീക്ക്, ഇന്നലെ, യെസ്റ്റർഡേ, ഇതൊക്കെ കഴിഞ്ഞു പോയില്ലേ. ഇപ്പം ആ സമയം കഴിഞ്ഞു എന്ന് ഉറപ്പാണ് അല്ലെ. ഇന്നാണ് സംസാരിക്കുമ്പോൾ യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ കഴിഞ്ഞു പോയി. എ മന്ത് എഗോ, ഒരു മാസം മുമ്പ്, 2010, ഇൻ 2010, ഇന്ന് രാവിലെ. അങ്ങനെ പറയാം. ടുഡേ മോർണിംഗ് അല്ല, ദിസ് മോർണിംഗ്. ഞാൻ ഉച്ചയ്ക്കാണ് സംസാരിക്കുന്നത്. അപ്പൊ ദിസ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് കഴിഞ്ഞു, അപ്പൊ അതും ഫിനിഷ് ടൈമാണ്. ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഡിഡ് ഉപയോഗിക്കാം. അപ്പൊ അതൊരു ക്ലൂ അല്ലേ. ഇങ്ങനത്തെ സംഭവം വരുമ്പോൾ ഡിഡ് ഉപയോഗിക്കണം. മറ്റേ എവർ, യെറ്റ്, സിൻസ്, ഫോർ അതൊക്കെ വരുമ്പോൾ ഹാവ് ഉപയോഗിക്കണം. ഞാനൊരു ചോദ്യം ചോദിക്കാവേ. ഹാവ് യു സീൻ ഹെർ യെസ്റ്റർഡേ ആണോ, ഡിഡ് യു സീ ഹെർ യെസ്റ്റർഡേ ആണോ? യെസ്റ്റർഡേ കഴിഞ്ഞു പോയി, അതുകൊണ്ട് ഡിഡ് ആണ്.
ഡിഡ് യു സീ ഹർ യെസ്റ്റർഡേ. ഹാവ് യു സീൻ ഹർ യെസ്റ്റർഡേ അല്ല കേട്ടോ. കഴിഞ്ഞ സമയങ്ങൾ യെസ്റ്റർഡേ വന്നുകൊണ്ട് മാത്രം ഹാവ് യു സീൻ ഹർ, അവളെ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് കറക്റ്റ് സെന്റൻസ് ആണ്. യെസ്റ്റർഡേ വന്നുകൊണ്ട് മാത്രമാണ് നീ ഇന്നലെ അവളെ കണ്ടോ എന്നാവുന്നത്. അതുകൊണ്ടാണ് അവിടെ ഹാവ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഹാവ് യു സീൻ ഹർ കറക്റ്റായ സെന്റൻസ് ആണ്. ഹാവ് യു സീൻ ഹർ യെസ്റ്റർഡേ തെറ്റായ സെന്റൻസ് ആണ്. പിന്നെ ഒരു കാര്യം പറയേണ്ടത്, എപ്പോഴാണ് ഹാസ് ഉപയോഗിക്കേണ്ടത്? നമ്മൾ ഹാവ് ഉപയോഗിക്കില്ലേ, അപ്പൊ എപ്പോഴും ഹാവ് ആണ് ഉപയോഗിക്കുക? അല്ല. യു വരുമ്പോ നമ്മൾ ഹാവ് പറഞ്ഞു. ഹാവ് യു റെഡ് ദിസ് ബുക്ക്, ഈ പുസ്തകം നീ വായിച്ചിട്ടുണ്ടോ? അവിടെ യു വന്നോണ്ടാണ് ഹാവ് വന്നത്. അവൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? ഹാസ് ഷീ റെഡ് ദിസ് ബുക്ക്, അവിടെ ഹാസ് വന്നു. ഹി ഷീ ഇറ്റ് വരുമ്പം എപ്പോഴും ഹാസ് ഉപയോഗിക്കണം. അത് മാത്രം ഓർത്താൽ മതി. ഹി ഷീ ഇറ്റ്, അല്ലെങ്കിൽ ഹീക്ക് പകരം ഒരാളുടെ പേര് അരുൺ അല്ലെങ്കിൽ അലി. ഹാസ് അലി റെഡ് ദിസ് ബുക്ക്, ഹാസ് സീത റെഡ് ദിസ് ബുക്ക്. മനസ്സിലായോ? എപ്പോഴും ഒരാളുടെ പേരോ അല്ലെങ്കിൽ ഹി ഷീ ഇറ്റ് അത് വരുമ്പം ഹാസ് മാത്രം ഉപയോഗിക്കുക, ഹാവ് ഉപയോഗിക്കരുത് കേട്ടോ. ഇന്നത്തെ സെന്റൻസിൽ ഹാസ് ഷീ വാച്ച്ഡ് ദിസ് മൂവി. അപ്പൊ എപ്പോഴാണ് ഹാസ് ഉപയോഗിക്കുന്നത് മനസ്സിലായില്ലേ? ഹാവ് ഉപയോഗിക്കേണ്ട അതേ സ്ഥലങ്ങളിലാണ്, പക്ഷെ ഹി ഷീ ഇറ്റ് അല്ലെങ്കിൽ ഒരാളുടെ പേര് വരുന്ന അവസരങ്ങളിൽ നമ്മൾ ഹാസ് ഉപയോഗിക്കണം. ഇനി ഈ കാര്യത്തിൽ ഒറ്റ മിസ്റ്റേക്ക് കൂടെ ആൾക്കാർ വരുത്താറുണ്ട്. അതാണ് ഈ ചോദ്യം, വെൻ ഹാവ് യു ഗോൺ, നീ എപ്പോഴാണ് പോയത്? വെൻ ഹാവ് യു ഗോൺ അങ്ങനെ ഉപയോഗിക്കാലോ. അവിടെ അങ്ങനെ ഓൾറെഡിയോ യെസ്റ്റർഡേയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് ഒന്നും നോക്കേണ്ട കാര്യമില്ല. വെൻ ഹാവ് യു ഗോൺ എന്ന് ചോദിച്ചൂടെ? പാടില്ല. വെൻ വെച്ച് തുടങ്ങുമ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ചോദിക്കാൻ ഡിഡ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. വെൻ ഡിഡ് യു ഗോ ആണ്, വെൻ ഹാവ് യു ഗോൺ തെറ്റാണ്. അതെന്തുകൊണ്ടാ? ആ സെന്റൻസ് നോക്കിയേ, നിങ്ങൾ എപ്പോഴാ പോയത്? അപ്പൊ പോയെന്നുള്ള കാര്യം ഉറപ്പാണ്. എപ്പോഴാണെന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി അല്ലേ? അപ്പൊ അത് കഴിഞ്ഞു, ഒരു പർട്ടിക്കുലർ സമയത്ത് അത് കഴിഞ്ഞു. ആ സമയം കഴിഞ്ഞു പോയതുമാണ് അല്ലെ? അത് ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ വെൻ ഡിഡ് യു ഗോ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ വെൻ ഡിഡ് യു സീ, വെൻ ഡിഡ് യു ഈറ്റ്. ആ വെൻ ഡിഡ്, വെന്ന് വരുമ്പോ ഡിഡ് തന്നെ വരണം, ഹാവ് വരാൻ പാടില്ല. അപ്പൊ നിങ്ങൾ വരുത്താവുന്ന എല്ലാ മിസ്റ്റേക്കുകളും ഞാൻ കണ്ടുപിടിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിലിനി ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇതിനി ഒന്നും കൂടുതൽ പഠിക്കാനില്ല, അത്രയും എല്ലാം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ കറക്റ്റ് ആയിട്ട് തെറ്റാണ് ഉത്തരം പറയണം. നിങ്ങളുടെ വേറെ സെന്റൻസിന്റെ പാർട്ടിൽ എന്തെങ്കിലും തെറ്റ് വന്നാലും കുഴപ്പമില്ല. ഈ ഹാവോ ഡിഡോ എങ്ങനെയാ വരിക എന്നുള്ളത് തെറ്റാണ്ട് എന്തായാലും ഉത്തരം എഴുതണേ. ഞാൻ ചോദ്യം ചോദിക്കട്ടെ, അവൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ലേ? കുഞ്ഞു വല്ലതും ഉറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് ഇതുവരെ ഉറങ്ങിയില്ല അവൻ, നീ കുറെ നേരമായാലും ഉറക്കണോ? അപ്പൊ ആ സെന്റൻസ് എങ്ങനെയാ ഉപയോഗിക്കാം? ഇതില് ഉറങ്ങാന്നുള്ളത് സ്ലീപ്പ്, സ്ലീപ്പ് സെക്കൻഡ് ഫോം സ്ലെപ്റ്റ്, തേർഡ് ഫോം അതും സ്ലെപ്റ്റ് തന്നെയാണ് കേട്ടോ. അവൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ലേ. രണ്ടാമത്തെ ചോദ്യം, നീ സൂഷി കഴിച്ചിട്ടുണ്ടോ? സൂഷി എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് വിഭവമാണ്. അത് കഴിച്ചിട്ടുണ്ടോ അതെങ്ങനെ ചോദിക്കും? നീ സൂഷി കഴിച്ചിട്ടുണ്ടോ? കഴിക്കുക, ഈറ്റ്. രണ്ടാമത്തെ ഫോം ഏറ്റ്, മൂന്നാമത്തെ ഫോം ഈറ്റൻ. ലാസ്റ്റ് ചോദ്യം, നമ്മുടെ വീട്ടില് കുറച്ച് ആൾക്കാർ രാവിലെ വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അവർക്ക് പ്രാതൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാന്ന്. അപ്പൊ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു, കഴിച്ചിട്ട് അവർ പോയി. ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ചോദിക്കുക, അവർക്ക് ഇഷ്ടപ്പെട്ടോ ബ്രേക്ക്ഫാസ്റ്റ്? അവരെന്ത് പറഞ്ഞു? അവർക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഞാൻ എപ്പോഴാ ചോദിക്കുന്നത്? എന്തിനെ കുറിച്ചാ ചോദിക്കുന്നത്? അവർക്ക് കാലത്ത് കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ടോ? ഇതാണ് ചോദ്യം. ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ലൈക്ക്. അപ്പോൾ ഹാവ് ദേ ലൈക്ഡ് ആണോ, ഡിഡ് ദേ ലൈക്ക് ആണോ ദ ബ്രേക്ക്ഫാസ്റ്റ്? ഹാവ് ദേ ലൈക്ഡ് ദ ബ്രേക്ക്ഫാസ്റ്റ് ആണോ, ഡിഡ് ദേ ലൈക്ക് ദ ബ്രേക്ക്ഫാസ്റ്റ് ആണോ? ആലോചിച്ച് ഉത്തരം എഴുതാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോയോട് കൂടി പ്രസന്റ് പെർഫെക്റ്റ് സിമ്പിൾ പാസ്റ്റും വളരെ ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോമന്റ്സിൽ ചോദിക്കും കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുമാതിരി കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് പറയുന്ന വേറെ വീഡിയോസ് ഉണ്ട്, ഞാനിവിടെ ലിങ്ക് ചെയ്യാം, കണ്ടു നോക്കൂ കേട്ടോ. ഇതാണ് ഇംഗ്ലീഷിന്റെ ബേസിക്സ്. ഇത് പഠിച്ചാൽ പിന്നെ വേറെ ഒന്നും പേടിക്കാനില്ല. അപ്പൊ അടുത്ത ദിവസം വേറൊരു വീഡിയോയിൽ കാണാതെ വരേക്കും. ബൈ ബൈ.